സുഹൃത്തുക്കളെ, നമ്മൾ ഈജിപ്തിലെ പല കാഴ്ചകളും കണ്ടു. പിരമിഡ് കണ്ടു, നൈൽ നദി കണ്ടു, ഈജിപ്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഈജിപ്തിന്റെ കാർഷിക ഭൂമി, ഏറ്റവും ഫലപുഷ്ടമായ മണ്ണാണ് ഈജിപ്തിന്റെ എന്ന് നമ്മളെല്ലാം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. നൈൽ നദിയിൽ നിന്നും അടിഞ്ഞ എക്കലും മണ്ണും ചേർന്നുണ്ടായതാണ് ഈജിപ്ത് എന്ന് നമ്മൾ പഠിച്ചതാണ്. ആ മണ്ണിൽ നിന്നുണ്ടായ ഓറഞ്ചുകളാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സ്വാദിഷ്ടമായ ഓറഞ്ചുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈജിപ്ത്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് തോട്ടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുകയാണ്. വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഓറഞ്ചുകൾ. വളരെ മനോഹരമായ ഒരു ഓറഞ്ച് തോട്ടം. ഈ തോട്ടത്തിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് വളരെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ മരങ്ങളിൽ അത്രയും ഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് എല്ലാ മരങ്ങളിലും നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ വിളവെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ആ കാഴ്ച ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു 10 ദിവസം ഒക്കെ കഴിഞ്ഞാൽ ഇത് മുഴുവൻ അവർ വിളവെടുത്ത് കഴിയും. പിന്നെ നമുക്ക് ചെടി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഈജിപ്ഷ്യൻ ഓറഞ്ച് എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായ ഓറഞ്ചാണ്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ധാരാളമായി അത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവർ പല രാജ്യങ്ങളിലേക്കും ഇത് കയറ്റി അയക്കുന്നുണ്ട്. 40,000 സ്ക്വയർ മീറ്റർ ഏരിയയിലുള്ള ഒരു തോട്ടമാണിത്. ഈ തോട്ടം നമ്മൾ കെയ്റോയിൽ നിന്ന് അലക്സാണ്ട്രിയയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ തോട്ടം കണ്ടുപിടിക്കുന്നത്. ഒരു കർഷകൻ്റെ മനസ്സായതുകൊണ്ടും കൃഷിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും തീർച്ചയായും ഏതെങ്കിലും ഒരു കാർഷിക ഭൂമി സന്ദർശിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെ ധാരാളമായി മറ്റ് കൃഷി, അതായത് വെജിറ്റബിൾ കൃഷികളുടെ ഭൂമികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നിർത്താനോ നമുക്കത് കാണാനോ ഉള്ള ഒരു സമയക്കുറവ് കാരണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹയാത്രികരും കൂടെ ഉണ്ടല്ലോ. എന്നാലും ഓറഞ്ച് തോട്ടം മിസ് ചെയ്യരുത് എന്നുള്ള ഒരു വളരെ ആഗ്രഹത്തിലാണ് ഈ തോട്ടം കണ്ടുപിടിക്കുന്നത്. ഇതിലിറങ്ങിയപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. 12 വയസ്സ്, അതായത് 12 വർഷം പ്രായമുള്ള ചെടികളാണ് നമ്മൾ ഈ കാണുന്നത്. കുറ്റിച്ചെടികളാക്കി അവർ വച്ചേക്കുന്നതാണ്. വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കൊമ്പ് കോതി ഇതിനെ പ്രൂൺ ചെയ്ത് ചെറിയ ചെടികളാക്കി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് വിളവെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ സാധ്യമാണ്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു 15 അടി അകലത്തിൽ അല്ലെങ്കിൽ 20 അടി അകലത്തിൽ 2 മരങ്ങൾ നടുന്നതിന് പകരം അതിൻ്റെ അകലം കുറച്ച് ആ ഭാഗത്ത് 2-3 മരങ്ങൾ നമുക്ക് നടാൻ സാധിക്കും. അതിനാണ് ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. വൃക്ഷം വലുതാകുന്നില്ലല്ലോ, ചെറുതായി നിൽക്കുന്നത്. അങ്ങനത്തെയുള്ള ഈ ഓറഞ്ച് ചെടികൾ 3 വർഷം മുതൽ, ഒരു ചെടി നട്ടാൽ അത് 3-ാം വർഷം മുതൽ ഇതിൽ നിന്ന് കായ്കൾ കിട്ടുമെന്നാണ് ഇതിനെ പരിചരിക്കുന്ന ഈ തോട്ടം സൂക്ഷിപ്പുകാർ നമ്മളോട് പറഞ്ഞത്. ഡ്രിപ്പ് ഇറിഗേഷനൊക്കെയാണ് ചെയ്തേക്കുന്നത്. നോക്കൂ, ഭൂമി കണ്ടാൽ തന്നെ നമുക്കറിയാം ഈജിപ്റ്റ് എന്ന് പറയുന്നത് മരുഭൂമിയാണ്. അവിടെ ഈ കൃഷിയിടങ്ങളെ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. സ്വാഭാവികമായി ഉള്ള നല്ല ഫലപുഷ്ടമായ മണ്ണാണ്. അപ്പോൾ അവിടെ കൃഷി ചെയ്താൽ ധാരാളം ഫലം കിട്ടുകയും ചെയ്യും. ഞങ്ങൾ ഏറെ നേരം ഈ തോട്ടത്തിൽ ചുറ്റും നടന്നു. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് പോകാൻ തോന്നിയില്ല. കുറേയധികം പഴങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തു. അതിൻ്റെ പൈസ അവർക്ക് കൊടുക്കണം. നമ്മളെപ്പോലെ പല യാത്രക്കാരും പോകുന്നവരൊക്കെ ഈ തോട്ടത്തിൽ കയറി സന്ദർശകരായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്ന ഒരു രാജ്യമാണല്ലോ ഈജിപ്റ്റ്. അവരൊക്കെ ഈ സമയത്ത് വന്ന് ഇവിടുന്ന് പഴങ്ങൾ ശേഖരിച്ച് വിലയ്ക്ക് വാങ്ങി സ്വന്തമായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. മറ്റൊരു പ്രത്യേകത തോന്നിയത് ഈ തോട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ മരങ്ങൾക്കപ്പുറം ആകാശം നോക്കി വളരെ മനോഹരമായ സ്കൈ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്.
ഈ യാത്രയിലുടനീളം നമ്മൾ ഒരിക്കലും ബോറടിക്കില്ല എന്നുള്ളതാണ്. സൈഡിലെ കാഴ്ച കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ നീല നിറവും വളരെ നല്ല സുന്ദരമായ തെളിഞ്ഞ ആകാശം, ആ ആകാശ കാഴ്ച തന്നെ ഒരു നല്ല രസമാണത് കാണാനായിട്ട്. ഈ തോട്ടത്തിൻ്റെ അരികിൽ, അതായത് റോഡ് സൈഡിൽ ഇവരുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്ന ഓറഞ്ചുകൾ ഇവിടെ വെച്ചാണ് വിൽപ്പന നടത്തുന്നത്. മുസമ്പി അല്ല, ഇത് ഓറഞ്ചാണ്. അതുപോലെ തന്നെ നാരകവും ഉണ്ട്. നാരങ്ങയും അവിടെ വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ വഴിയാത്രക്കാരൊക്കെ ഇവിടെ നിർത്തി ധാരാളമായിട്ട് വാങ്ങി പോകുന്നുണ്ട്. നമ്മൾ നേരിട്ട് തോട്ടത്തിൽ നിന്ന് മുസമ്പി ആണ് വിളവെടുത്തത്. അതിവിടെ കൊണ്ടുവന്ന് തൂക്കി അതിൻ്റെ പണം ഇവിടെ ഏൽപ്പിക്കണം. അപ്പോൾ ഇവരാണ് ഇതൊക്കെ നോക്കുന്നവർ. തോട്ടം നോക്കി നടത്തുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പരിചാരകരാണ്. ഇദ്ദേഹമാണ് കുറച്ച് തോട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൈമാറി തന്നത്. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു.